പടിഞ്ഞാറൻ ഇറാഖിൽ ഇന്ധനം നിറയ്ക്കുന്ന യുഎസ് വിമാനമായ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് തകർന്നുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായ 6 ജീവനക്കാരും കൊല്ലപ്പെട്ടതായി യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഈ അപകടത്തിന് തൊട്ടുപിന്നാലെ ഇറാഖിലുള്ള എല്ലാ അമേരിക്കൻ പൗരന്മാരോടും എത്രയും വേഗം രാജ്യം വിടാൻ യുഎസ് എംബസി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം തുടരുകയാണ്. ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ 26 പാരാമെഡിക്കൽ ജീവനക്കാർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയും റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇത് അതിർത്തി മേഖലയിൽ വലിയ സംഘർഷത്തിന് കാരണമാകുന്നു. യുദ്ധം രൂക്ഷമായതോടെ ആയിരക്കണക്കിന് ആളുകൾ തെക്കൻ ലെബനനിലെ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാൻ ആഭ്യന്തര സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഫ്യുവൽ ഡിപ്പോയ്ക്ക് നേരെ വ്യോമാക്രമണം നടത്തി. ഇറാൻ സംഘർഷം മുതലെടുത്ത് റഷ്യ യുക്രൈനിൽ ബോംബാക്രമണം ശക്തമാക്കുകയാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണെന്നും സെലൻസ്കി. ആംസ്റ്റർഡാമിലെ ഒരു ജൂത സ്കൂളിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് ആസൂത്രിതമായ ആക്രമണം എന്ന നിലയിൽ അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നാലെ നെതർലൻഡ്സിലുടനീളമുള്ള ജൂത സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചു. ക്യൂബയിലെ ഊർജ്ജ പ്രതിസന്ധി അതിരൂക്ഷമായതിനെ തുടർന്ന് പ്രക്ഷോഭകാരികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു. മാസങ്ങളായി തുടരുന്ന കഠിനമായ വൈദ്യുത നിയന്ത്രണവും ഭക്ഷണത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും ദൗർലഭ്യവുമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. ക്യൂബയുടെ പ്രധാന വരുമാന സ്രോതസ്സായ ടൂറിസം മേഖല തകർന്നതും അമേരിക്കൻ ഉപരോധങ്ങൾ കടുപ്പിച്ചതും രാജ്യത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചിട്ടുണ്ട്. ക്രമസമാധാന നില ഉറപ്പാക്കാൻ സർക്കാർ നഗരങ്ങളിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. വിയറ്റ്നാമിൽ ഏകകക്ഷി ഭരണകൂടത്തിന് കീഴിലുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി വോട്ടിംഗ് ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാം മാത്രം ഭരിക്കുന്ന രാജ്യമായതിനാൽ മത്സര രംഗത്തുള്ള ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളവരോ അംഗീകാരമുള്ളവരോ ആണ്. രാജ്യത്തിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് വോട്ടർമാർ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തുകളിലെത്തി. വിയറ്റ്നാമിൻ്റെ നിയമനിർമ്മാണ സഭയിലേക്ക് ഓരോ 5 വർഷം കൂടുമ്പോഴുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും ഭരണപരമായ തീരുമാനങ്ങൾക്കും ഈ സഭയ്ക്ക് വലിയ പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇതര സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ അനുവാദമുണ്ടെങ്കിലും പാർട്ടി നടത്തുന്ന കനത്ത പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇവർക്ക് അനുമതി ലഭിക്കാറുള്ളൂ.